ഷാഹുൽ ഹമീദ്, നമസ്കാരം സർ. ഇപ്പോൾ ഈ സമ്പർക്ക പട്ടികയിലുള്ള ഒരു സ്ത്രീ മരിച്ചു, 70 വയസ്സുണ്ട്, ഹൈറിസ്ക് പട്ടികയിലുള്ള വ്യക്തിയാണ് മരണപ്പെട്ടതെങ്കിൽ പോലും പരിശോധനാ ഫലം വന്നിട്ടില്ല എന്നതൊരു ആശങ്ക ഉളവാക്കുന്ന കാര്യമല്ലേ? അതെ, ഇവരെ ജൂൺ 21-ാം തീയതി ഇവരെ വീട്ടിൽ നിന്ന് വീണ് എല്ലിന് പരിക്ക് പറ്റി. കോട്ടക്കലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ഇവരെ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് ഇവർ ഓപ്പറേഷൻ ചെയ്തു 23-ാം തീയതി. ആ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം അവർക്ക് അറ്റാക്ക് വന്നതിന് ശേഷം അവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ സമയത്താണ് വെന്റിലേറ്ററിൽ വെച്ചിട്ടാണ് മറ്റേ നിപ്പ രോഗി തൊട്ടടുത്തുണ്ടായിരുന്ന നിപ്പ രോഗി മരണപ്പെടുന്നത്. അപ്പൊ ഈ സ്വകാര്യ ഹോസ്പിറ്റലിൽ അതിന്റെ പിന്നീട് ഇന്ന് രാവിലെയാണ് ഈ സമ്പർക്കം ഉണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. അവരെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം അവരുടെ നിപ്പ പരിശോധന ഫലം വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ നിലവിൽ ഈ മരണപ്പെട്ട സ്ത്രീയും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു 19-ാം ഡിവിഷനിലെ മറ്റൊരാളും ഈ സമ്പർക്കത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ രണ്ടുപേരുടെയും പരിശോധനാ ഫലം അയച്ചിട്ടുണ്ട്. ഏകദേശം 1 അവർ കഴിഞ്ഞാൽ പരിശോധന ഫലം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, ഇപ്പോ ഹൈറിസ്കിൽ ഇനിയും ആളുകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ. അതെ, പരപ്പനങ്ങാടിയിൽ 2 പേരാണ് ഇപ്പം സമ്പർക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നിപ്പോ ഇന്ന് മരണപ്പെട്ട സ്ത്രീ, മറ്റൊരു ആളാണ്. അവർക്ക് 2 പേർക്കും നിപ്പ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ബന്ധപ്പെട്ട ആരോഗ്യ ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. സാർ, എന്തെങ്കിലും നടപടികൾ ഇപ്പൊ നമ്മൾ ഒരിക്കൽ അതിജീവിച്ചതാണെന്ന് പറയുമ്പോഴും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളൊക്കെ വലിയ സങ്കടകരമായ കാര്യമാണ്. അതുപോലെ വീണ്ടും ഇപ്പോൾ നേരത്തെ കോഴിക്കോട് ജില്ലയിലായിരുന്നു ഇത് കൂടുതലെങ്കിൽ ഇപ്പോൾ മലപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തണമെന്നില്ലേ? നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആളെ വിളിച്ചു കൂട്ടി മറ്റ് പ്രിക്കോഷൻ നടപടികളൊക്കെ സ്വീകരിക്കുന്നതാണ്. ഓക്കെ സാർ, ഓക്കെ, വളരെ നന്ദി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.